Let us come to our second lesson. How did the dog found a new master, or how the dog found himself a new master? You know that dog found a master. First, the dog and the wolf are closely related, or they belong to same family. Wolf, ഡോഗും സെയിം ഫാമിലിയിൽപ്പെട്ട ജീവികളാണ്, ആനിമൽസ് ആണ്. ഇനി എങ്ങനെയാണ് അവർ ഫ്രണ്ട്സ് ആയത്, അല്ലെങ്കിൽ എങ്ങനെ അത് ഡോഗ് മാസ്റ്ററെ കണ്ടെത്തി? ഇറ്റ്സ് എ സ്റ്റോറി. ഹിയർ ഇസ് ദ സ്റ്റോറി ഹൗ ദ ഡോഗ് ബിക്കം a new master or found a new master. Come to the lesson. Dogs are once their own masters and lived in the way of wolves do, in freedom, until a dog was born who was ill pleased with this way of life. He was sick and tired of wandering about by himself, looking for food and being frightened of those who were stronger than he. That's why he found a master. എന്തിനു വേണ്ടിയാണ് ഡോഗ് ഒരു മാസ്റ്ററെ അന്വേഷിച്ച് നടന്നത്? ഒരു യജമാനനെ തേടി നടക്കാനുണ്ടായ കാരണം എന്താണ്? വൈ? ദാറ്റ് ഈസ് അബൌട്ട് അവർ ഫസ്റ്റ് പാരഗ്രാഫ്. വൈ ഡിഡ് ഡോഗ് ഫൗണ്ട്? വാട്ട് ഈസ് ദ റീസൺ? ഒരു ഡോഗിന് മാസ്റ്ററിനെ തേടേണ്ടി വന്ന കാരണം എന്താണ്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഒരു യജമാനൻ, ഒരു മാസ്റ്റർ ഡോഗിന് ആവശ്യമായി വന്നത്? നോക്കാം. ഡോഗ് വെയർ വൺസ് ദെയർ ഓൺ മാസ്റ്റേഴ്സ് ആൻഡ് ലിവ്ഡ് ദ വേ wolves do in freedom, as many other wild animals. Once dog have no masters. ആദ്യകാലത്ത്, for the very beginning, dogs were their own masters. It means dog has no masters. യജമാനന്മാരൊന്നുമില്ലായിരുന്നു. But they were very ill pleased. Ill pleased means not happy, unhappy. ഈ ജീവിതത്തിൽ, ഈ പോക്കിൽ, this type of life, this way of living, the dog become unhappy and found or in search of a master. ഒരു മാസ്റ്ററെ കണ്ടുപിടിക്കണം തീരുമാനിച്ചു. എന്താ കാരണം? ഇത്തരം ഒരു ലൈഫിൽ ഡോഗ് സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. എത്ര ലൈഫ്, ഏത് ടൈപ്പായിരുന്നു? വാസ് വാണ്ടറിങ്, വെറുതെ അലഞ്ഞു നടക്കുക. സച്ച് എ വേ ഓഫ് ലൈഫ്. അത്തരം ഒരു ജീവിത രീതിയിൽ, ഈ വാണ്ടറിങ്, അലഞ്ഞു തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ജീവിത രീതിയിൽ ഡോഗിന് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു മാസ്റ്ററിനെ അന്വേഷിച്ച് നടന്നു. ഓക്കെ. He was sick and tired of wandering about by himself, looking for food and being frightened of those who were stronger than he. Those who were stronger, തന്നെക്കാൾ ശക്തൻ അല്ലെങ്കിൽ കുറച്ചുകൂടെ സ്ട്രോങ്ങർ ആയിട്ടുള്ള ആനിമൽസിനെ കാണുമ്പോൾ യു ബിക്കം ഫ്രൈറ്റൻഡ്, അഫ്രൈഡ് ഓഫ്, ഭയപ്പെടുന്നു. അപ്പം ഈ രണ്ട് റീസൺ. ഫസ്റ്റ് ഓഫ് ഓൾ, ദ വാണ്ടറിങ് ലൈഫ്, വെറുതെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക. സെക്കൻഡ് വൺ, ബിക്കം ഫ്രൈറ്റൻഡ് ഓർ അഫ്രൈഡ് ഓഫ് സ്ട്രോങ്ങർ ആനിമൽസ്. സ്ട്രോങ്ങർ ആനിമൽസിനോടുള്ള ഭയം. ഈ രണ്ട് കാരണം കൊണ്ട് തീരുമാനിച്ചു ഫൗണ്ട് എ മാസ്റ്റർ ഓർ എ നീഡ് ഫോർ എ മാസ്റ്റർ. ആലോചിക്കാൻ തുടങ്ങി, എനിക്കൊരു മാസ്റ്ററിനെ വേണമെന്ന്. ദെൻ സെക്കൻഡ് പാരഗ്രാഫ്. He thought it over and decided that the best thing for him to do was to become the servant of one who was stronger than anyone on earth. And he set out to find such a master. What kind of a master he needed? എത്തരം ഒരു മാസ്റ്ററിനെ ആയിരുന്നു ആഗ്രഹിച്ചത്? He thought that it over and decided that the best thing for him to do was to become a servant of one who was stronger than anyone on the earth. Anyone on the earth means the most stronger animal. ഈ ഭൂമിയിലെ ഏറ്റവും ശക്തനായ ആനിമലിനെയാണ് ഫ്രണ്ടായിട്ട് വേണമെന്ന് ഡോഗ് ആഗ്രഹിച്ചത്. അവൻ്റെ സെർവൻ്റായിട്ട് കഴിയുക, അല്ലെങ്കിൽ ആ ആനിമലിനെ, ആ സ്ട്രോങ്ങസ്റ്റ് ആനിമലിനെ മാസ്റ്ററായിട്ട് അക്സെപ്റ്റ് ചെയ്യുക. ആൻഡ് ദ ഡോഗ് ബിക്കം ഇറ്റ്സ് സെർവൻറ്റ്. ആൻഡ് ഹി സെറ്റ് ഔട്ട് ടു ഫൈൻഡ് സച്ച് എ മാസ്റ്റർ, ഓർ ഹി സെർച്ച് ഫോർ സച്ച് എ സ്ട്രോങ്ങർ മാസ്റ്റർ. ഏറ്റവും ശക്തനായ ഒരു മാസ്റ്ററിനെ അന്വേഷിച്ച് ഡോഗ് നടന്നു. ഓക്കെ. ദെൻ ഹി വാക്ക്ഡ് ആൻഡ് വാക്ക്ഡ് ആൻഡ് ഹി മെറ്റ് എ കിങ്സ്മാൻ ഓഫ് ഹിസ്, എ ബിഗ് ഗോഡ് ഹു വാസ് ആസ് സ്ട്രോങ് ആസ് ഹി വാസ് ഫിയേഴ്സ്. ആൻഡ് ഹി മെറ്റ് എ വോൾഫ്. ആരെ കണ്ടുപിടിച്ചു? ഒരു ചങ്ങാതിയെ കിട്ടി. ഹി മെറ്റ് എ വോൾഫ്.
who was as strong as he was fierce. Which was the animals? A big wolf. ഒരു ചെന്നായാണ്, ഒരു ബിഗ് ചെന്ന, വളരെ വലിയൊരു ചെന്നായെ കണ്ടുപിടിച്ചു, കിട്ടി. Who was as strong and he was fierce. Fierce means he become very violent. വളരെ സ്ട്രോങ് ആണ്, അതുപോലെ വയലൻറ്റുമാണ്. Where are you going, dog? The wolf asked. വളരെ ഗൗരവത്തിൽ സ്ട്രോങ് ആയിട്ട് ഡോഗിനെ കണ്ടപ്പോൾ വോൾഫ് ചോദിച്ചു, Where are you going? നീ എവിടെ പോവാടാ? I am looking for someone to take up service with. Would you like to be my master, wolf? ഡോഗ് റീസൺ പറഞ്ഞു, എവിടെ പോവുകയാണ്, എങ്ങോട്ടാണ്, നിന്റെ യാത്രയുടെ ഉദ്ദേശം എന്താ? Where are you going? എന്താ ഡോഗ് മറുപടി പറഞ്ഞത്? I am looking for someone as my master. എനിക്കൊരു മാസ്റ്ററിനെ വേണം, ഒരു യജമാനെ വേണം, അതന്വേഷിച്ച് നടക്കുകയാണ്. Would you like to be my master? അങ്ങനെ ഞാൻ എൻ്റെ മാസ്റ്ററായി സ്വീകരിച്ചോട്ടെ? I don't see why not, the wolf said. At this agreed upon, the two of them went on together. Went on means walk together. രണ്ടുപേരും ആലോചിച്ചു, എന്താ, എന്തുകൊണ്ട് ഇവനെ എൻ്റെ മാസ്റ്ററാക്കി കൂടാ, എൻ്റെ വോൾഫ് ഇവനെ എൻ്റെ സെർവൻ്റ് ആക്കി കൂടാ. ഡോഗ് സെർവൻറ്റും വോൾഫ് മാസ്റ്ററും, അങ്ങനെ എന്തായിക്കൂടാ എന്ന് ചിന്തിച്ച് രണ്ടുപേരും കൂടെ നടന്നു. അവസാനം ദേ വോക്ക്ഡ് ആൻഡ് വാക്ക്ഡ്, രണ്ടുപേരും കൂടെ. The dog and the wolf. They walked and walked, and all of a sudden the wolf lifted his nose, sniffed, darted quickly off the path and into the bushes and crept deeper into the forest. The dog was much surprised. വെറുതെ അങ്ങ് ഡോഗിനെ അക്സെപ്റ്റ് ചെയ്യാൻ, ഒരു മാസ്റ്ററായിട്ട് അക്സെപ്റ്റ് ചെയ്യുക, ഒരു സെർവൻ്റായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ വോൾഫിന് കഴിഞ്ഞില്ല. എന്ത് ചെയ്തു? ചില ടെസ്റ്റുകളൊക്കെ നടത്തി. എന്തായിരുന്നു ചെയ്ത ടെസ്റ്റുകൾ? The wolf lifted his nose, sniffed, darted quickly off the path and into the bushes and crept deeper into the forest. The dog was much surprised. സ്നിഫ് ചെയ്ത് നോക്കി, ഇവനെ നമ്മുടെ വംശത്തിൽ പറഞ്ഞതാണോ, എന്താണ് ഇവൻ്റെ ക്വാളിറ്റീസ് എന്നൊക്കെ അറിയാൻ വേണ്ടി ആകെ മൊത്തം നോക്കി, മണപ്പിച്ച് നോക്കുകയും സ്മെല്ലവൻ്റെയൊക്കെ നോക്കുകയൊക്കെ ചില ടെസ്റ്റുകളൊക്കെ വോൾഫ് ചെയ്തു. ദ ഡോഗ് വാസ് മച്ച് സർപ്രൈസ്ഡ്. മച്ച് സർപ്രൈസ്ഡ് മീൻസ് വെരി സർപ്രൈസ്ഡ്. എന്താ ഇവൻ എന്നെ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുന്നത്? ഡോഗിനൊരു ഭയമുണ്ട്. കാരണം എന്താ? ഡോഗ് കണ്ടിട്ടുള്ളതിൽ വെച്ച് സ്ട്രോങ്ങസ്റ്റ് ആനിമലാണ് വോൾഫ്. അതുകൊണ്ട് തന്നെ ഇനി എന്താ ചെയ്യാൻ പോകുന്നത് എന്നൊരു ഭയവും. വാട്ട്സ് കം ഓവർ യു മാസ്റ്റർ, ഹി ആസ്ക്ഡ്. വാട്ട് ഹാസ് ഫ്രൈറ്റൻഡ് യു സോ? വാട്ട്സ് കം ഓവർ? വാട്ട് വാസ് യുവർ ഒപ്പീനിയൻ? എന്നെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നോ ഒരു സെർവൻ്റായിട്ട്? അല്ലെങ്കിൽ അങ്ങേ വോൾഫിനെ ഞാൻ എൻ്റെ മാസ്റ്ററാക്കി എടുത്തോട്ടെ? കാൻ't you see there is a bear out there and he might eat up both of us, you and me. But there was a thing happen. അങ്ങനെ ഇരിക്കെ ഇവർ രണ്ടുപേരും കൂടെ നടക്കുന്നു. നീ എൻ്റെ കൂടെ കൂടിക്കോ എന്നൊക്കെ നമ്മുടെ വോൾഫ് ഡോഗിനോട് പറഞ്ഞു കൊടുത്തു. ഡോഗ് എഗ്രി ചെയ്ത് രണ്ടുപേരും കൂട്ടുകാരായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. പക്ഷേ വൺ ഡേ എ ബിയർ കം ഇൻ ദെയർ വേ. അവരുടെ യാത്രയിൽ അല്ലെ അവർ പോയ വഴിയിൽ ഒരു ദിവസം ഇവരൊരു ബിയറിനെ കണ്ടുമുട്ടി. അപ്പോൾ എന്താണ് നമ്മൾ വോൾഫ് പറഞ്ഞത്? നമ്മൾ അവൻ്റെ മുൻപിൽ ചെന്ന് പെട്ടാൽ നമ്മളെ രണ്ടുപേരെയും അവൻ തിന്നും. ഹി മേ ഈറ്റ് എ ബോത്ത് ഓഫ് us. അപ്പോഴാണ് ഒരു സത്യം മനസ്സിലാക്കിയത് ഡോഗ്. എന്താ? വോൾഫ് ബിയറിൻ്റെ മുൻപിൽ ഒന്നുമല്ല. ബിയർ ഇസ് ദ സ്ട്രോങ്ങസ്റ്റ് ആനിമൽ. വോൾഫിനേക്കാളും സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു ആനിമലാണ് ബിയർ എന്നുള്ള സത്യം അപ്പോഴാണ് മനസ്സിലായത്. ഓക്കെ, എന്ത് സംഭവിച്ചു കാണും? നമ്മുടെ ഡോഗ് വോൾഫിനെ വിട്ടു ബിയറിൻ്റെ കൂടെ കൂടി. ഓക്കെ, ദെൻ ഇൻ യുവർ നോട്ട് ബുക്ക് യു മേ റൈറ്റ് ഡൗൺ chapter 2, how do the dog himself found a new master. That's the heading. Then two words on the heading കൊടുക്കുക. Then ഇത് നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതണ്ട. 1, 2, 3 എന്ന് നമ്പർ ഇടുക. ടെസ്റ്റിൽ നോക്കി ന്യൂ വേർഡ്സ് മീനിങ്ങും ബുക്കിലോട്ട് എഴുതുക. ഇത് ഇത്രയും നിങ്ങൾ എഴുതേണ്ട പോർഷനല്ല, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് എഴുതിയിരിക്കുന്നതാണ്. വേർഡ് മീനിങ് എന്നുള്ള പോർഷൻ ഇവിടെ തൊട്ട് എഴുതിയാൽ മതി. 1, 2, 3 നമ്പർ ഇട്ട് ടെസ്റ്റിലോട്ട് ഇത്രയും മീനിങ്സ് എഴുതിയെടുക്കുക. എത്ര മീനിങ് ഉണ്ടോ ആ ഫുൾ വേർഡ് മീനിങ് നോട്ട്ബുക്കിലോട്ട് എഴുതി സെൻഡ് ചെയ്യുക. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ കൊടുക്കാം. ഓക്കെ.